എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി ഉച്ച നേരത്ത്. എന്തിനാ ഇറങ്ങിയത്? വിശന്നിട്ട് അകത്തിരിക്കാൻ കഴിയണല്ലോ, എന്തേലും കിട്ടുവെക്കാൻ വേണ്ടി. അപ്പോഴാണ് ഒരാൾ വരുന്നു, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് മുത്തനബി ചോദിച്ചു, എന്താ സിദ്ദീഖ് ആ സമയത്ത് പുറത്തിറങ്ങി നടക്കണ്? അവരും പറഞ്ഞു, നബിയെ പയിച്ചിട്ട് വയ്യ, പള്ളയെ കാളിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മൂന്നാമൻ വരുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനോട് ചോദിച്ചു, എന്തേ ഇപ്പോൾ പുറത്ത്? ഒന്നുമില്ല, ഇറങ്ങി വയ്ക്കതാ, പള്ളക്കുയിഞ്ഞ് ഇതന്നെ, ഭയങ്കര വിശപ്പ്. നബിതങ്ങൾ പറഞ്ഞു, വരി നമ്മൾ പോയി നോക്കുക. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ട് പള്ളീൻ്റെ തൊട്ടടുത്ത്. നബിതങ്ങൾ ആദ്യം 7 മാസം താമസിച്ച വീടാണ്. പിന്നെ പള്ളിയിൽ സൗകര്യം ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് പോന്നതാ. എന്നാലും ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ അവിടെ ചെറിയൊരു ഭക്ഷണം നബിതങ്ങൾക്ക് വെക്കലുണ്ട്. നേരത്തെ താമസിച്ച വീടെന്നുള്ള നബിതങ്ങൾക്ക് ചെറിയ ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. അത് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയി നോക്കാന്ന് പറഞ്ഞ് ഇവരെ രണ്ടാളെയും കൂട്ടി അങ്ങോട്ട് ചെന്നതാ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ അല്ല, ഭാര്യയാണുള്ളത്. ഭാര്യ സ്വാഗതം ചെയ്തു, വലിയ സന്തോഷമുണ്ട്. ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ 3 അതിഥികളല്ലേ വന്നത്, സ്വാഗതം. അവരെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. മഹദി ഓടി ഭർത്താവിൻ്റെ അടുത്ത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അപ്പം ഈന്തപ്പനത്തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. മഹാനോട് പറഞ്ഞു, നമുക്ക് നല്ല 3 അതിഥികൾ വന്നിട്ടുണ്ട്, വേഗം വരീന്ന് പറഞ്ഞു. ആരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ. സന്തോഷം പറയാനില്ലല്ലോ. മഹാനവറുകൾ വേഗം അവിടുന്ന് കുറച്ച് റത്തുബ് പറിച്ചു, ഈത്തപ്പഴം, പിന്നെ തമ്പ്ര് പൊറുക്കി. ഉണങ്ങിയ കാരൊക്കെ, പിന്നെ ബുസ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ചെനച്ച സാധനം ഉണ്ടല്ലോ, ഈ 3 ഐറ്റം. അങ്ങനെ വേഗം അതുമായിട്ട് വന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ അതിഥികൾ വന്നാൽ ആദ്യം നമ്മളൊരു പ്രാഥമിക ഭക്ഷണം കൊടുക്കുമല്ലോ, അതിൻ്റെ സ്ഥാനത്ത് ഇത് 3 കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കൈക്ക് നബിയേന്ന്. അപ്പം നബിതങ്ങൾ നമുക്ക് മാതൃകയാണല്ലോ, ഉസ്വത്തുൻ ഹസനല്ലേ നമ്മൾ പറയണത്. ഒരതിഥിയുടെ മര്യാദയിൽപ്പെട്ടതാണ് ഒന്നിലേറെ വിഭവങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ എന്തിനാ അതൊക്കെ പാടുണ്ടാക്കിയെന്നൊന്ന് ചോദിക്കുക. അപ്പം നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ അത് 3 കൂടെ, ഏതോ ഒന്ന് മതിയായിനിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം പുരക്കാരൻ പറഞ്ഞു, ഇത് 3 നിങ്ങൾ തിന്നാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവച്ചത്, അത് കൈക്ക്. പക്ഷെ ഞാൻ ഇവിടെ മതിയാക്കണില്ലട്ടോ, ഞാൻ ഒരാടിനെ അറുത്ത് പത്തിരി ചുട്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ടാവും, കാരണം പയിച്ചിട്ട് വന്നതല്ലേ. പക്ഷേ മര്യാദ നബിതങ്ങളിൽ നമ്മൾ പഠിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ കറവള്ളേനൊന്നും പിടിച്ച് അറക്കരുത് ട്ടോ പറഞ്ഞു. അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ കോഴിക്കൂട്ടിക്കാണുള്ള പായ അന്നൊക്കെ. ഇപ്പോൾ കോഴിപ്പീടിയേക്ക് പായണ മാതിരി നമ്മളെ പുരയിലെ കോഴിക്കൂട്ടിക്ക് പായല. അപ്പോൾ വിരുന്നുകാർ പറയും, പിന്നെ മുട്ടടണേനൊന്നും പിടിച്ച് അറക്കലിട്ടോ അറിയില്ലേ, പണ്ടങ്ങനെയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. നാ വലിയൊക്കെ അറുത്തോളി എന്നാട് പറയലല്ല, നിങ്ങൾ കറവള്ളേനൊന്നും പിടിച്ച് അറക്കല്ലേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ മഹാനവറുകൾ നല്ലൊരാടിനെ പിടിച്ച് അറുത്ത് പകുതി കറി വെച്ച് പകുതി ചുട്ടെടുത്തു. എന്നിട്ടതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂട്ടുകാർക്കും പത്തിരിയോടൊപ്പം ഈ വിഭവം കൊണ്ടുവച്ചു കൊടുക്കുന്നു.
സ്വഹാബത്തിനൊരു പതിവുണ്ട്, നബിതങ്ങളുള്ള സദസ്സിൽ അവിടുന്ന് കൈവച്ച് തുടങ്ങിയിട്ടല്ലാതെ മറ്റോല് തുടങ്ങൂല. അതതിൻ്റെ അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കൈവെക്കുന്നില്ല. അവിടുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പം കണ്ണ് നിറയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അവിടുന്ന് എന്തിനാണ് കരയുന്നത്? ഉടനെ 2 പത്തിരി എടുത്ത് അതിൻ്റെ മേലെ ഒരു കഷ്ണം ഇറച്ചി വെച്ച് അതിങ്ങനെ അങ്ങോട്ട് ചുരുട്ടി. എന്നിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന വീട്ടുകാരനോട് പറയുന്നു, യാ അബാ അയ്യൂബ് ബാദിർ ബിഹാദിഹിൽ ഖിതാ ഇലാ ഫാത്തിമ. ഓ അബൂ അയ്യൂബേ, താങ്കൾ വേഗം ഈ കഷ്ണം എൻ്റെ മകൾ ഫാത്തിമാക്ക് കൊണ്ടു കൊടുക്കണം. ഫഇന്നഹാ ലം തുസിബ് മിസ്ല ഹാദാ മുൻദു അയ്യാം. എത്രയോ ദിവസമായി എൻ്റെ മകള് ഇതുപോലത്തൊരു ഭക്ഷണം കണ്ടിട്ട്. വലിയ പ്രയാസമുള്ള സമയമായിരുന്നു അന്ന്. അതുകൊണ്ട് മകളെ ഓർത്തിട്ടേ ഇത് തിന്നാൻ തോന്നണില്ല. മകക്ക് കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൂട്ടുകാരും ആ ഭക്ഷണം കഴിക്കുന്നത്. ഇതുപോലത്തെ ഒരു വാപ്പനെ നമ്മക്കാർക്ക് ഓർമ്മ വരേണ്ടത് അല്ലേ? ആരെങ്കിലും ആടും പോത്തുമൊക്കെ മുന്നിൽ വെച്ച് വെട്ടി മുണിങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാലേ വെള്ളിയാഴ്ചയെങ്കിലും ഒരു ഇറച്ചി പൊരയിലും കൊണ്ടു കൊടുക്കണം മക്കളെ ഓർത്തിട്ട്. ആട്ടുന്തല ഇങ്ങനെ കൈയിട്ട് വാരുമ്പോഴൊക്കെ ഇടക്കൊക്കെ ഒരു ആട്ടുന്തല പൊരയ്ക്ക് കൊണ്ടുപോകണം. ഈ കുട്ടികളെ നമുക്ക് ഓർമ്മ വരണം. ഈ സൽക്കാരത്തിന് ഓർത്തൊന്നും എടുത്തുകൊണ്ട് വരുത് കേട്ടോ. അത് അന്നത്തെ നബിതങ്ങൾക്ക് അനുവദിച്ചൊരു സംഗതിയാണ്. നമ്മൾ വേറെ വാങ്ങിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കണം. അപ്പം മക്കളെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം, അവരോട് സ്നേഹം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചയച്ചതിന് ശേഷവും അവരെ കുടുംബജീവിതത്തിലെ എല്ലാ വിഷയത്തിലും വല്യുപ്പാൻ നിലക്കിടപെടും, മകളി എന്ന നിലക്കിടപെടും.